ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. പുളിന്താനം ഗവൺമെന്റ് UP സ്കൂളിന് മാത്യു കുഴൽനാടൻ MLA അനുവദിച്ച ബസ് കൈമാറി. സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി പുതുവർഷ സമ്മാനമായാണ് MLA ബസ് നൽകിയത്. സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുത്ത MLA വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ പുളിന്താനം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി നൽകിയ പുതിയ സ്കൂൾ ബസ് കുട്ടികൾക്ക് പുതുവർഷ സമ്മാനമായി മാറി. ബസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഏറെ വൈവിധ്യം നിറഞ്ഞതായിരുന്നു. പുളിന്താനം ജംഗ്ഷനിൽ നിന്നും MLA നാടമുറിച്ച് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ച വാഹനത്തെ ഹർഷാരവത്തോടെയാണ് ഏവരും വരവേറ്റത്. തുടർന്ന് കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ ആരംഭിച്ച GUPS പുളിന്താനം ബ്രോഡ്കാസ്റ്റ് 23.8 എന്ന ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി റേഡിയോ ജോക്കികളായ കുട്ടികൾ സ്റ്റുഡിയോയിൽ MLAയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. Yeah, definitely. See, though I am a lawyer by profession, my heartbeat was always into this public service. Right from my student days, I was so active in student organizations. I worked with KSU, and throughout my student life, I was a very active activist as a student. So that has inspired and motivated me to be in politics. So I carry along with my dreams being in the public space and serving the society. That's how I ended up being an MLA and before you as your representative. Wow, wonderful. സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫറാഷാൻ MLAയുമായി അഭിമുഖം നടത്തി. വിദ്യാർത്ഥികളായ ജിയ ജോസഫ്, ഹന ഫാത്തിമ എന്നിവർ റേഡിയോ ജോക്കികളായി. ഞങ്ങൾ സ്കൂളിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പരിമിതികളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ നിങ്ങൾ കളക്റ്റീവായി നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് ഉപയോഗിച്ച് മറ്റ് സ്കൂളുകാർ മറ്റ് കുട്ടികൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്കൂളിൽ വലിയ അറ്റൻഷൻ കിട്ടും. ആ സ്കൂളിൽ വലിയ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉന്നതിക്ക് വേണ്ടി നമുക്ക് ധാരാളം കാര്യങ്ങൾ പുഷ് ചെയ്യണം. അപ്പം അതാണ് അതിൻ്റെ ഒരു വേ ഔട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ ഇതിലിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സ്കൂളിനെ ഏറ്റവും നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി സജി എന്നിവർ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തെ പ്രശംസിച്ചു. പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ്, SRG കൺവീനർ സവിത പൊന്നപ്പൻ, പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജ്ന അലി, മെമ്പർമാരായ NM ജോസഫ്, ജിനു മാത്യു, ആശ ജിമ്മി, സജി കെ വർഗീസ്, പോൾ സി ജേക്കബ്, ഷാൻ മുഹമ്മദ്, PTA പ്രസിഡന്റ് അലിമോൻ TM തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GGC HUK പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.